രാഷ്ട്രീയ നിരീക്ഷകനായ എൻ ശ്രീകുമാർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എൻ ശ്രീകുമാർ, നോക്കൂ, അതായത് ഇന്നിപ്പോൾ ഈ കേരളം നടത്തിയിരിക്കുന്നത് ഒരു സുപ്രധാനമായ ഒരു വാഗ്ദാനം, അത് നിറവേറ്റുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രതിപക്ഷം നിരവധി കാര്യങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. അതിൽ ഇവർ ആദ്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, നിരവധി കാര്യങ്ങൾ നിരത്തി പല ഫണ്ടുകളും കേന്ദ്രം പിടിച്ചു വെക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ അതിദരിദ്രമുക്തമായ കേരളം എന്ന് പറയുമ്പോൾ വീണ്ടും കേരളത്തിന് ലഭിക്കാനുള്ള ഫണ്ട് അല്ലെങ്കിൽ ഒരു തുക അത് ഇനിയും ലഭിക്കാത്തൊരു സാഹചര്യം വരും, ജനങ്ങൾ കഷ്ടപ്പെടുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. നോക്കൂ, നമ്മള് ഈ കേരളപ്പിറവിക്ക് ശേഷം കേട്ട ഏറ്റവും വലിയൊരു നുണയാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയത്. എന്ന് വെച്ചാൽ കേരളത്തിൽ അതിദാരിദ്ര്യം എന്നൊക്കെ പറയുന്നത് തന്നെ തെറ്റാണ്. കാരണം ദാരിദ്ര്യം എന്ന് വെച്ചാൽ തന്നെ എല്ലാം ഉണ്ട് ഇതില്. എന്താണ് ദാരിദ്ര്യം? ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു ശരാശരി മനുഷ്യന്റെ ദാരിദ്ര്യം, അതാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് പറയുന്നത്. രാവിലെ വീട്ടിൽ നിന്നും പണിക്കിറങ്ങുക, പണി കിട്ടാത്ത അവസ്ഥ, ജോലി കിട്ടാത്ത അവസ്ഥ, അടുപ്പ് പുകയാത്ത അവസ്ഥ, കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ, ഇതൊക്കെ ദാരിദ്ര്യത്തിന്റെ പരിധിയിൽപ്പെടും. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഒരു ശരാശരി മനുഷ്യന്റെ ദാരിദ്ര്യം പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ്, 10 പൈസയുടെ ഗുണം സാധാരണക്കാർക്ക് ലഭ്യമാക്കാൻ പറ്റാത്തത്ര വിധത്തിൽ ദാരിദ്ര്യം കൊണ്ട് അതിദാരിദ്ര്യത്തിൽ ഉഴലുന്ന ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ് കേരളത്തിലെ ദാരിദ്ര്യത്തിന് താഴെയുള്ള, എന്ന് വെച്ചാൽ ഒട്ടും ജീവിക്കാൻ പറ്റാത്ത ആളുകളൊന്നും ഇനി ഉണ്ടാവില്ലെന്ന്. അത് 64,004 പേർക്ക് കൃത്യം 64,000 പെറ്റിനട്ട്, അത് 60,004 എത്രയോ കൃത്യമാണത്. ഇത് എവിടെ നിന്ന് കിട്ടിയവർക്ക്? ഇത് നമ്മുടെ ഇപ്പൊ ശ്രീ ജോർജ് പൊടിവാറ പറഞ്ഞ ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞത് ഇത് ഇങ്ങനെയെങ്കിലുമൊക്കെ ആയല്ലോ, എങ്ങനെയായെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതായത് കേരളത്തിൽ നമ്മൾ നോക്കൂ, ഇന്ന് തിരുവനന്തപുരത്ത് ഞാൻ കണ്ടിട്ടില്ല പത്രം, ഇവിടുത്തെ പത്രങ്ങളില്ല. തിരുവനന്തപുരത്ത് ഒരു വാർത്ത വന്നു അത്രേ, ആരോ ഒരാള് പട്ടിണി കൊണ്ട് മരിച്ചുപോയിന്ന്, ഇന്ന് ഈ നവംബർ കേരളപ്പിറവി ദിനത്തില്. അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലാവണം. ഇപ്പൊ അവർക്ക് പറയാം അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വല്ലാതെ ദാരിദ്ര്യം അനുഭവിക്കുന്ന, വീടില്ലാത്ത, ആരോഗ്യം നശിച്ച, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ആ ഒരു കോൺസെപ്റ്റിൽ വരുന്ന, ആ ഒരു മാനദണ്ഡത്തിൽ വരുന്ന ജനങ്ങള്, അവരുടെ എണ്ണം ഞങ്ങൾ കുറച്ചു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ ശരി. ഇത് ആരുമില്ല എന്ന് പറഞ്ഞാൽ ആര് കേൾക്കാനാ? നമ്മുടെ നാട്ടിൽ തൊഴിലില്ലാത്തൊരു ചെറുപ്പക്കാരൻ ദരിദ്രനല്ലേ? ഒരു തൊഴിലില്ലാത്ത PSC എഴുതിയിട്ട് ജോലി കിട്ടാത്ത ഒരാൾ ദരിദ്രനാണ്. ക്ഷേമ പെൻഷൻ ഒരുമിച്ച് കൊടുക്കുമ്പോൾ 1000 രൂപ വീട്ടിലെത്തുമെന്ന് പറഞ്ഞാൽ അത്രയും മാസം അയാൾ ദരിദ്രനായിരുന്നു. ഇങ്ങനെ യാഥാർത്ഥ്യങ്ങളെ മൂടി വെച്ചുകൊണ്ട് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാൻ പറയാൻ കാരണം, സാധാരണ ഇപ്പൊ അടുത്ത മാസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അതിനു മുമ്പ് എന്തൊക്കെ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്? കൈ നിറയെ കാശ്. കഴിഞ്ഞ ദിവസം മന്ത്രി ബാലഗോപാൽ പറയാണ് ഒരു വീട്ടിൽ ചുരുങ്ങിയത് 7000 രൂപ എത്തും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സാധാരണക്കാരായ വീട്ടമ്മമാർ 7000 രൂപ വീട്ടിലേക്ക് എത്തുമോ? ഇതൊക്കെ എവിടെ കിട്ടാനാണ്? ആർക്കാ കൊടുക്കുന്നത്? എത്ര പേർക്ക് കിട്ടും? ഇവ കാര്യങ്ങൾക്ക് അന്വേഷിക്കണ്ടേ? ക്ഷേമ പെൻഷൻ ഒരുമിച്ച് കൃത്യമായിട്ട് മാസം കൊടുക്കാൻ പറ്റാത്ത ഗവൺമെന്റ് പറയാണ് 200 രൂപ കൂട്ടും. അപ്പൊ 200 രൂപ കൂട്ടുമ്പം അവര് പറഞ്ഞത് 2500 രൂപയാണ്. അപ്പൊ 54,000 രൂപ ഒരാൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് 5 വർഷമായിട്ട്. എന്നിട്ട് ഇപ്പൊ 200 രൂപ കൂട്ടിയിട്ട് പറയാ അത് ഞങ്ങൾ കൃത്യമായി കൊടുക്കാൻ പറ്റും. കാരണം എന്താ അറിയോ? ഈ മേലും കീഴും ഇല്ലാത്തവർക്ക് അടുത്ത 4-5 മാസത്തില് ഇത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം അത് അപ്പം ആലോചിക്കാം, ഞങ്ങൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 5 വർഷം കഴിഞ്ഞിട്ട് ആലോചിച്ചാൽ മതിയല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ കുറിച്ച് സത്യം പറഞ്ഞാല് കേരള ചരിത്രം എന്താ എഴുതി വെക്കാന്നറിയില്ല. ഇന്നിപ്പോ അതിദാരിദ്ര്യം എന്ന് ഇവരെ കൊട്ടിഘോഷിക്കുമ്പോൾ സത്യത്തിൽ അത് CPM-ന്റെ ഒരു മുദ്രാവാക്യമാണ്. മറ്റു ഘടകകക്ഷികൾ CPI പോലും അതിന് വലിയൊരു എന്താ പറയാ, വലിയൊരു വിപ്ലവകരമായ തീരുമാനമായിട്ടൊന്നും അവർ കണ്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവരുടെ പ്രതികരണം കണ്ടില്ല. ഇന്ന് പ്രതിപക്ഷം അസംബ്ലിയിൽ ഒരു കാര്യം പറഞ്ഞു, അതായത് ഇത് തെറ്റാണ്, അത് അവരുടെ ഭാഷയിൽ ശുദ്ധ അസംബന്ധമാണ്. അപ്പോൾ മുഖ്യമന്ത്രി പറയാണ് ഇത് സ്ഥിരം ശീലമാണ്. എന്തുകൊണ്ട് ചർച്ചയ്ക്ക് വിധേയമാക്കിയില്ല? 64,000-ലധികം പേർ അതിദാരിദ്ര്യ മുക്തരായി. അതുകൊണ്ട് അപ്പൊ അങ്ങനെയാണ് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്യുമ്പോഴാണ് കൃത്യം കണക്കവിടെ വരിക. അത് ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രി പറയാ പ്രതിപക്ഷത്തിന് പേടിയാണ്. സത്യത്തിൽ ആരാ പേടിച്ചത്? ഭരണപക്ഷമല്ലേ. ഭരണപക്ഷത്തിന് പേടിയില്ലായിരുന്നെങ്കിൽ അവരത് ചർച്ച ചെയ്യണമായിരുന്നു. ഇത് നമുക്ക് സാധാരണക്കാർക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ ഇത് മനസ്സിലായ ഒരു കൂട്ടം സാമ്പത്തിക ശാസ്ത്രജ്ഞരും സാമൂഹ്യ നിരീക്ഷകരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവരാരും കോൺഗ്രസ്സുകാരല്ല, മിക്കവരും കോൺഗ്രസ്സുകാരല്ല.
പ്രൊഫസർ മേരി ജോർജ് വെച്ച് മറ്റുള്ളവരൊന്നും അധികം കോൺഗ്രസ്സുകാരല്ല. മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ മകൻ രാമൻകുട്ടി, അതുപോലെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ RVG മേനോൻ, അതുപോലെ തന്നെ നമ്മുടെ CPM-ന്റെ ഒപ്പം നിന്നിരുന്ന ഡോക്ടർ KP കണ്ണൻ, ഇവരൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ എടുത്തതെന്നുള്ളത്. അപ്പൊ അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. അപ്പൊ ഒരു ഗവൺമെന്റ് പറയാണ് കേരളത്തിൽ ദാരിദ്ര്യം ഇല്ലെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ദാരിദ്ര്യം എന്താണ്, അതീവ ദാരിദ്ര്യമുള്ളവർ എന്താണെന്നൊക്കെ നമുക്ക് വ്യക്തമാക്കണം. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ തന്നെ അതിന് പിന്നെന്തിനാണ് മൃഗീയമായി കൊന്നു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കൊന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞു, പിന്നെ അതിൽ മൃഗീയത കലർത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ കൊന്നു എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവൻ പോയി, പിന്നെ മൃഗീയതയോ ക്രൂരമായതോ ഒക്കെ നമ്മൾ കൂട്ടിച്ചേർക്കുന്ന എന്താ അർത്ഥമുള്ളത്? അതുപോലെ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഒരു ശരാശരി മനുഷ്യന്റെ ദാരിദ്ര്യം എന്ന് വെച്ചാൽ അയാളുടെ ജീവിത നിലവാരം തകർന്നു എന്നുള്ളതാണ്. അതൊരു വീട്ടിൽ അച്ഛൻ, അമ്മ, 2 മക്കള്, അവർക്ക് ജീവിക്കാൻ വഴിയില്ല, ഒരു നേരമേ ആഹാരം കഴിക്കാൻ പറ്റുന്നുള്ളൂ. നല്ല വീടുണ്ട്, ശരി, പഴയ സമ്പത്തുണ്ടായിരുന്ന വീടാണ്, ഇപ്പൊ സമ്പത്തില്ല. മുണ്ട് മുറുക്കി കൊടുത്ത് പൗഡർ ഇട്ട് പുറത്തിറങ്ങുകയാണ്. അവരുടെ ഉള്ളിലത്തെ തീ ആരാ അറിയുന്നത്? ഇതാണ് ദാരിദ്ര്യം. ഇത് മനസ്സിലാക്കാൻ ഗവൺമെന്റിന് പറ്റുന്നില്ല. ഇവര് സർവേ നടത്തി. എന്ത് സർവേ ഇവർ നടത്തിയത്? ആരാ സർവേ നടത്തിയത്? എവിടെയാ സർവേ നടത്തിയത്? ഇന്നലെ പാലക്കാട്ട് ഒരു പണിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ഉന്നതിയിലെ പഴയ ഊര്, ആ ഊരില് അവിടുത്തെ ഒരു വിദ്യാസമ്പന്നനായ ഒരു മണികണ്ഠൻ അദ്ദേഹം ഇന്നലെ ഒരു പ്രസ്താവനയിൽ പറയുകയാണ്, അവരുടെ നാട്ടിൽ ആരും ചെന്നില്ല ഈ സർവേ എടുക്കാൻ. അവിടെ അതീവ ഗുരുതരമായ ഉത്കണ്ഠാജനകമായ അവസ്ഥയില് ജനങ്ങൾ കഴിയുകയാണ് പട്ടിണിയില്. അവിടെ ഒന്നും പോയി കണ്ടില്ല. അവസാനം ഇന്നലെ വൈകുന്നേരം, അതോ മിനിഞ്ഞാന്ന് വൈകുന്നേരോ ഒരു കിറ്റ് കൊണ്ട് കൊടുത്തു അത്രേ. അപ്പൊ ഒരു ദിവസത്തെ കിറ്റ് കൊടുത്താൽ കഴിഞ്ഞോ? ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമായ തട്ടിപ്പെന്നല്ലാണ്ട് എന്ത് പറയാൻ അതിനെ കുറിച്ച്? പക്ഷെ നമ്മുടെ സാധാരണക്കാരെ ജനങ്ങളെ ഈ പരസ്യമൊക്കെ കണ്ട എന്തോ ഗംഭീരമാണെന്ന് ധരിക്കുക. ഇനി അതൊക്കെ പോട്ടെ, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് 5-6 ലക്ഷം പേർക്കെങ്ങാണ്ട് ഈ മറ്റേ സൗജന്യ നിരക്കിൽ റേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ദാരിദ്ര്യമില്ലാത്ത കേരളത്തിൽ എന്തിനാ ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് സൗജന്യ നിരക്കിൽ റേഷൻ കൊടുക്കുന്നത്? അത് നിർത്തില്ലേ? ലോകാരോഗ്യ സംഘടന അതുപോലെ അന്തർദേശീയ ഏജൻസികളൊക്കെ കേരളത്തിലെ പട്ടിണിപ്പാവങ്ങളില്ല എന്ന് വന്നാൽ അവര് ഞെട്ടും, അവരത് കേട്ട് ഞെട്ടും. എന്നിട്ട് അവരും തീരുമാനിക്കില്ലേ ഇനിയിപ്പോ എന്തിനാ കേരളത്തിലേക്ക് എന്തെങ്കിലും ഞങ്ങൾ സഹായം കൊടുക്കുന്നതെന്ന് ശ്രദ്ധിക്കില്ലേ? ഇതൊക്കെ മുന്നാലോചന ഇല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി, ഒരു പഞ്ചായത്ത് വാർഡ് ജയിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുക. ഇത് CPM കുറെ കാലമായിട്ട് കൊണ്ടു നടക്കുന്ന 3 രാഷ്ട്രീയ ആയുധങ്ങളുണ്ട്. 1 നുണ, 2 അശ്ലീലം, 3 പരിഹാസം. ഈ 3 ആയുധം കൊണ്ട് അവർ പിടിച്ചു നിൽക്കാനാണ് കഴിയുന്നത്. പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് അത് ചേർന്നതല്ലെന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഒരാഴ്ച അല്ല 10 ദിവസമായി കാണും മന്ത്രി ശിവൻകുട്ടി എന്താ പറഞ്ഞത്? കേരളം സാമ്പത്തികമായ പ്രതിസന്ധിയിലാണ്. ശ്രീകുമാർ, ഞാൻ സമയപരിധി കൊണ്ട് ഒന്ന് ഇടപെടുകയാണ്. എന്തായാലും നിർണായകമായൊരു പ്രഖ്യാപനമാണ് ഇന്നിപ്പോൾ സഭാ സമ്മേളനത്തിൽ നടന്നത്. അതിദരിദ്രരില്ലാത്ത അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പുതിയുഗ പിറവിയിലാണ് മന്ത്രിസഭയിൽ ഈ ഒരു നിർണായകമായൊരു പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. എന്തായാലും പ്രതിപക്ഷം ഇതിന് പിന്നാലെ നിയമസഭ ബഹിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.